കുതിര ആനയിക്കപ്പെടുകയാണ്. ആ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുനിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് കുതിര തട്ടിത്തിരിക്കുന്ന ഭാഗത്ത്, പ്രത്യേകിച്ചും ആ ബ്രഹ്മരക്ഷസിന്റെ ആലയമുള്ള ഭാഗത്ത് അവിടെ ഒന്ന് സൂക്ഷിക്കണം. ആ ക്ഷേത്രങ്ങൾക്ക് കേടുപാട് സംഭവിക്കാതെയും അതുപോലെ മതിലിനോട് ചേർത്ത് ഒരു ഇലക്ട്രിക് കമാനം കൊണ്ട് അവിടെയൊന്നും ആ കേടുപാടുകൾ സംഭവിക്കാതെ വളരെ സുരക്ഷിതമായി ആ നെടുംകുതിരയെ മുന്നോട്ട് ഒരേ മനസ്സോടുകൂടി ആനയിച്ച് വീണ്ടും നമ്മുടെ ക്ഷേത്രത്തിന്റെ മുൻവശം കൊണ്ടുവന്ന് ആദ്യ റൗണ്ട് മുഖദർശനം കാണിക്കുമ്പോൾ ആണ് ആ ഭഗവാന്റെ നെടുംകുതിരയുടെ ഓരോ നിമിഷങ്ങളും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ആ നെടുംകുതിര ആ ചട്ടം ഉയർത്തിപ്പിടിച്ച് ചട്ടവും ഉയർത്തിപ്പിടിച്ച് കുതിര ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന അപൂർവമായ ഈ കാഴ്ച. അവിടെ അല്പം ഒരു ചരിവുള്ള പ്രദേശമായതുകൊണ്ട് വടക്ക് ഭാഗത്തെ ചട്ടം അല്പം ചരി നൽകുമ്പോൾ മറ്റു ചട്ടം കാത്തു കൊടുത്ത് കുതിര മുന്നോട്ട് നീങ്ങുന്നു. അവിടെ കുതിരയെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം യാതൊരുവിധമായ മത്സരബുദ്ധിയും ശ്രീ ഭൂതനാഥന്റെ മക്കളിൽ ഇല്ല എന്നുള്ളതാണ്. ഭഗവാന്റെ ആഗ്രഹമാണ് ഇതിന് കുതിരയെടുപ്പ്, ഭഗവാന്റെ ഇഷ്ടവിനോദമായ ഇതിന് കുതിരയെടുപ്പ്. അത് പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വവും ആ പൂർത്തീകരണം നടത്തേണ്ട ചുമതലയുമെല്ലാം ശ്രീ ഭൂതനാഥ ഭക്തന്മാർക്കുള്ളതുകൊണ്ട് കൃത്യതയോടുകൂടി പറയുന്നത് പോലെ ആ കുതിര ഈ ക്ഷേത്രത്തിന് ബലം വയ്ക്കുന്ന അസുലഭമായ ഈ കാഴ്ച കാണാനാണ് ഈ ദേശം കാത്തിരുന്നത്. ആ ഭഗവാന്റെ മുന്നിൽ ഇതാ പടിഞ്ഞാറ് ഭാഗത്തുനിന്നും ഒഴുകിയെത്തുന്ന നെടുംകുതിര കൈത്തലങ്ങളിൽ